ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങളിൽ കാണാൻ താല്പര്യമുള്ളവർ മാത്രം ഇരുന്ന് കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. മറ്റൊന്നുമല്ല, ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് വന്ന ഒരു കമൻറ്റിനുള്ള മറുപടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. കമൻറ്റ്, ആ ഒരു പ്രൊഫൈൽ ഏതാണെന്ന് പറഞ്ഞുതരാം. ഫേസ്ബുക്ക് അക്കൗണ്ടാണ് റീന ജോസ് കണ്ണം തറപ്പിൽ എന്ന് പറയുന്ന അക്കൗണ്ടാണ്. ഒരു 16,000 പേര് ഫോളോ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു അക്കൗണ്ടിൽ ഇത്രയ്ക്ക് പേര് ഫോളോ ചെയ്യാൻ എന്ത് ഉണ്ടയാണ് ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ വേറൊരു കാര്യം, ഞങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ആ ഒരു അക്കൗണ്ട് എൻ്റെ മൊബൈലിൽ നിന്നോ സജീന ചേച്ചി, അതായത് സജീന നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെ അക്കൗണ്ടിൽ നിന്ന് മാത്രം ഈ ഒരു പ്രൊഫൈൽ എടുക്കാനും ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഞങ്ങൾ ഈ ഒരു പ്രൊഫൈൽ ഡീറ്റെയിൽ എടുത്തത് സത്യം പറയുകയാണെങ്കിൽ വേറെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിലൊക്കെ കയറിയിട്ടാണ് പ്രൊഫൈൽ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെയും പേടിയുള്ളവരുണ്ട് എന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായിട്ടോ. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരുത്തി എന്ന് പറയുന്നത് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വേറെ നല്ല രേണുവിനെ പറ്റി. നിങ്ങൾക്കറിയായിരിക്കും, സോഷ്യൽ മീഡിയയിൽ കുറച്ച് പേർക്കെങ്കിലും രേണു എന്ന് പറയുമ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ്. ഒന്ന് സജീന, രണ്ട് ശ്രീതു എന്ന് പറയുന്ന വ്യക്തികൾ. എന്നെ ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ അത്യാവശ്യം അറിയാം. ഓക്കെ, രേണുവിൻ്റെ വീഡിയോസ് കാണുന്നവരുടെ അഭിപ്രായം പലതാണ്. അതായത് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, രേണുവിനെ നെഗറ്റീവ് പറയുന്നവരുണ്ട്, രേണുവിൻ്റെ ആൽബത്തിനെ കളിയാക്കുന്നവരുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അറിയില്ല, അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായവും വ്യക്തി സ്വാതന്ത്ര്യവുമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ എന്ത് പറയണം, നിങ്ങൾ എന്ത് സംസാരിക്കണം എന്നുള്ളത്. പക്ഷേ അതൊക്കെ ഒരു ലിമിറ്റാണ്. ലിമിറ്റ് കഴിഞ്ഞ് ആ ഒരു ലിമിറ്റ് വിട്ട് അതിര് വിട്ട് പോകുമ്പോൾ അത് കളി കാര്യം എന്നുള്ള ഒരു സിറ്റുവേഷനിലോട്ട് പോകും. ശരിക്കും പറഞ്ഞാൽ സജീന എന്ന് പറയുന്ന വ്യക്തി, ഞാൻ പറഞ്ഞത് നല്ലൊരു ഫ്രണ്ടാണ് എൻ്റെ. ഞാൻ അതായത് റിയാക്ട് ചെയ്യേണ്ടത് റിയാക്ട് ചെയ്യും, ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നലെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കമൻറ്റ് നമുക്ക് കിട്ടിയത്. അപ്പോൾ കമൻറ്റ് മറ്റൊന്നുമല്ല, നമ്മുടെ രേണുവിൻ്റെ ഒരു ഫോട്ടോയ്ക്ക് താഴെ, ഒരു പോസ്റ്റിന് താഴെ വന്ന ഒരു കമൻറ്റാണ്. കമൻറ്റ് ഇട്ട വ്യക്തി എന്ന് പറയുന്നത് ഈ റീന ജോസ് എന്ന് പറയുന്ന വ്യക്തി. നമുക്ക് എന്തായാലും ഇവളുടെ ഒരു ആട്ടും പാട്ടവും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്തായാലും കമൻറ്റിനുള്ള റിപ്ലൈ കൊടുക്കുന്നതിന് മുന്നേ അവളുടെ ആ ഒരു പെർഫോമൻസ് എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടിരിക്കേണ്ടേ, കണ്ടു നോക്കാം. ഗൈസ്, ഇവളുടെ പ്രൊഫൈലിലുള്ള ഏകദേശം എല്ലാ വീഡിയോസും ഇത് തന്നെയാണ്. എന്തെങ്കിലും മ്യൂസിക് ഇട്ടിട്ട് ഈ ഒരു ആട്ടം തന്നെ, ആദ്യം മുതൽ അവസാനം വരെ ഈ ഒരു ആട്ടം തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവൾക്ക് എന്താ മെൻ്റലി എന്താ ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെയാണ് എനിക്ക് എന്തായാലും തോന്നുന്നത്. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, അവളുടെ ആ ഒരു കമൻറ്റിലോട്ട് പോകാം. കമൻറ്റ് ഞാൻ വായിക്കുന്ന ലാപ്പിൽ നോക്കിയാണ്. ആ ഒരു കമൻറ്റ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, താത്ത ആണോടി അബോർഷൻ്റെ കാര്യം പറഞ്ഞത്. സോഷ്യൽ മീഡിയ ഇപ്പോഴും കിടക്കുന്നുണ്ട് ആ ഒരു വീഡിയോ. ഹനാൻ പറഞ്ഞത് നിമിഷ ബിജു അവർ ഒക്കെ നിന്റെ കൂടെ ഉണ്ടായിരുന്നവരല്ലാതെ താത്ത അല്ല പറഞ്ഞത്. അതായത് രേണുവിൻ്റെ അബോർഷൻ്റെ കാര്യം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത് താത്ത അല്ലാതെ, താത്ത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഷബീന ബേബി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഷബീന ബേബി എന്ന് പറയുന്ന ഒരു വ്ളോഗറാണ്. അപ്പോൾ ഷബീന ബേബി എന്ന് പറയുന്ന താത്ത അല്ല രേണുവിൻ്റെ അബോർഷൻ്റെ കാര്യം സോഷ്യൽ മീഡിയയിലോട്ട് ഇട്ടത്. അത് ഈ പറയുന്ന ഹനാനും നിമിഷ എന്നിവരാണ്. ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും കിടപ്പുണ്ട് എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത്. ഓക്കെ, അത് ഓക്കെ, നമുക്ക് ഒന്നും തന്നെ പറയാനില്ല. നിമിഷ ബിജു ഒന്നും പറഞ്ഞിട്ട് നീ മിണ്ടിയില്ലല്ലോ, അവരുടെ പേരിൽ നീ കേസും കൊടുത്തില്ല. വെറുതെ ഷബീന ബീവി വ്ളോഗ്സ് ഇത്തേച്ചോർന്നാൽ നിന്റെ വീട്ടിൽ കയറി അവർ പണിതരും. നിന്റെ പല്ല് ട്രീറ്റ്മെൻറ്റിന് പോകേണ്ടി വരില്ല, അവർ അടിച്ചിടും. ഇതുവരെ നമുക്ക് ഓക്കെയാണേ. പറഞ്ഞല്ലോ, വിമർശനങ്ങളാകാം, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ ഒരു പരിധി വിടുമ്പോഴാണ് അത് വേറൊരു ലെവലിലോട്ട് പോകുന്നത്. നമുക്കിനി ബാക്കിയുള്ള സംഭവങ്ങളാണ് വരേണ്ടത്. നിനക്കെന്താടി അവരുടെ മോനെ കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നു? ആരുടെ മോനെ കണ്ടിട്ട്? രേണുവിനോട് ചോദിക്കുകയാണ്, നമ്മുടെ ഷബീന ഇത്താത്തയുടെ മകനെ കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നു എന്നുള്ളത്. ഇതിനുള്ള മറുപടി ഞാൻ തരേണ്ട ആവശ്യമില്ല. ഷബീന ഇത്താത്ത അവരുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ നല്ല രീതിയിലുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതും വിട്ടിട്ട് ബാക്കി മറുപടിയിലോട്ട് പോകാം. ചെറിയ പിള്ളേരെ പറ്റുള്ളൂ, എന്നാൽ സജീനയുടെ മോനെ നോക്കടി, അതല്ലേ കുറച്ചുകൂടെ എളുപ്പം. ഇതിനാണ് എനിക്ക് തരാനുള്ള മറുപടി എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്തർത്ഥത്തിലാണ്, അല്ലെങ്കിൽ ഇവിടെ എവിടുത്തെ തള്ളയാണ്, എവിടുത്തെ അമ്മയാണ്? കണ്ടിട്ട് കുറച്ച് പ്രായമുണ്ടോ തോന്നിക്കുന്നുണ്ടല്ലോ. രേണുവിനോട് പച്ചയ്ക്ക് പറയുകയാണ് നമ്മുടെ സജീന ചേച്ചിയുടെ മകനുമായിട്ട് കെയർ ചെയ്യാനായിട്ട്. നമ്മുടെ സജീന ചേച്ചിയുടെ മകന് ശരിക്കും പറഞ്ഞാൽ 18 വയസ്സ് പോലും ആയിട്ടില്ല. പ്രായപൂർത്തി പോലും ആകാത്ത ഒരു മകനെ വെച്ചിട്ട് ഇവൾ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഇവളുടെ വീട്ടിലുള്ള ഇവളുടെ മക്കൾക്ക് എന്ത് സുരക്ഷിതമാണുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെയും കൂടെ 2 ന്യൂസ് കണ്ടു. ഒന്ന്, ഒരു 5 വയസ്സ് പോലും ആകാത്ത ഒരു കുഞ്ഞിനെ സ്വന്തം അച്ഛൻ പീഡിപ്പിച്ച് 2 years ആയിട്ട് പീഡിപ്പിച്ച് അച്ഛനും ആ ഒരു കുഞ്ഞും കൂടെ തൂങ്ങി മരിച്ച സംഭവം.
രണ്ടാമത്തത് 14 വയസ്സാണെന്ന് തോന്നുന്നു. അച്ഛനും അച്ഛൻ്റെ സഹോദരനും റിലേറ്റീവ് ആരൊക്കെയോ പീഡിപ്പിച്ച ഒരു സംഭവം. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഈ ഒരു സംഭവത്തിൽ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നി ഇവളെ പോലുള്ള ചെറ്റുകൾ തന്നെയാണ്. കാരണം ഈ ബന്ധം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഏജ് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സിറ്റുവേഷൻ, ഇവളുകളുടെയൊക്കെ ആ ഒരു കാമക്കണ്ണിൽ ഇവർക്ക് ഏജ് എന്താണെന്നോ പ്രായം എന്താണെന്നോ ഒന്നും ഇവർക്ക് ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ഇവർക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കയറിയെങ്കിൽ ചെയ്താൽ മതി. ആ നാട്ടിലുള്ള എത്ര ആണുങ്ങൾ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇവരുടെ നാട്ടിൽ ഇപ്പോൾ അന്വേഷിച്ചറിയാം ശരിക്കും കഴപ്പും മൂത്ത് കിടക്കുന്നത് ആർക്കാണ് എന്നുള്ളത്. പബ്ലിക്കിൽ വന്നിരുന്ന് ഇങ്ങനെ ഒരു കമന്റ് ഇടുമ്പോൾ അതും ആ ഒരു ചെറുക്കൻ എന്ന് പറയുന്നത്, ഞാനൊക്കെ ഭയങ്കര കമ്പനിയാണ് കേട്ടാ, ഭയങ്കര സ്നേഹമാണ്. ശരി, സ്നേഹമല്ല ഇപ്പോൾ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു കൊച്ചു ചെറുക്കനെ പറ്റി ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് കമന്റ് ഇടാൻ ഇവൾ ആരാണ്? അതും ഇനി ഇവളുടെ മകളെ അല്ലെങ്കിൽ മകനെ കൂട്ടിക്കൊടുക്കുന്നുണ്ടോ? അല്ല, മേ ബി അങ്ങനത്തെ എന്തെങ്കിലും ഉള്ളവർക്ക് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ പറയുന്ന പ്രായമോ ആളും തരമൊന്നും നോക്കൂല കേട്ടോ, അങ്ങനെയുള്ളവരായിരിക്കാം മേ ബി. എന്തായാലും ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ സജീന ചേച്ചി ഒരു കേസായിട്ട് തന്നെ ഇന്ന് രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. ഇതിന് വേണ്ടി ഞങ്ങൾ കുറച്ച് പേര് റിയാക്ഷൻ വീഡിയോസ് ഇടുന്നുണ്ട്. ഞങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇവൾ ഈ ഒരു വീഡിയോ കാണും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല, കാരണം ഞങ്ങൾ ബ്ലോക്കാണ്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ കാണുവാണെങ്കിൽ നമ്മൾ ഇതിനെ പ്രതികരിച്ചില്ല എന്നുള്ള ആ ഒരു സംഭവം അത് നമുക്ക് വരാൻ പാടില്ല. പറയേണ്ടത് പറയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ചെറ്റ കാണിച്ച ഈ ഒരു ചെറ്റത്തരം ഇതിന് വേണ്ടിയിട്ടൊരു പണി കൊടുക്കേണ്ട കേസ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം മകനെയൊക്കെ വെച്ചിട്ട് ഏതൊരു അമ്മയാണ് കേട്ടിട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ രേണുവിൻ്റെ മകൻ അറിയാലോ നിങ്ങൾക്ക്, കിച്ചുവിനെക്കാട്ടിലും ഇളയതാണ് ഈ ചെക്കൻ. കിച്ചുവിനെക്കാട്ടിലും നല്ല രീതിയിൽ ഇളയതാണ്. സ്വന്തം മകനെക്കാട്ടിലും പ്രായം കുറഞ്ഞ ഒരു ചെറുക്കനുമായിട്ട് ഇങ്ങനത്തെ ഒരു ബന്ധത്തിൽ പോയി ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് ഇങ്ങനത്തെ സ്ത്രീകൾ ഉണ്ടോ എന്ന് ഞാൻ തിങ്ക് ചെയ്ത് പോകുന്നു. ബാക്കിയുടെ ഒന്ന് വായിക്കാം. കൂതറ അപ്പനെ ആങ്ങളെ തിരിച്ചറിയാത്ത ഒരു പെട്ട് വായിട്ട് അലച്ചു നടക്കുന്ന ഇവളുടെ പിറകെ കുറേ തീട്ടം തീനി ചാനലുകളും സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ ഈ അലവലാതി അഹങ്കാരിയെ കൊണ്ട്. അതായത് ഇവള് പറയുന്നുണ്ട് കേട്ടോ, രേണുവിനെന്ന് പറയുന്നത് പെങ്ങളെയും അച്ഛനെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഗെയ്സ്, നിങ്ങൾ പറയുക, ആർക്കാണ് അപ്പനെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്തത്? ഈ മോക്കാണോ അതോ രേണുവിനാണോ? രേണുവിനെ എനിക്കറിയാം, രേണു എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവള് ഇങ്ങനെ പബ്ലിക്കിൽ വന്നിരുന്നൊരു കമന്റ് ഇടുമ്പോൾ ഇവളുടെ പബ്ലിക് അറിയാതെ ഇവളുടെ ലൈഫിൽ നടക്കുന്ന കാര്യം എന്ത്? ഇവളുടെയൊക്കെ വീട്ടുകൾ സത്യം പറഞ്ഞാൽ ഇവളുടെ കുഞ്ഞുങ്ങളൊന്നും ഈ പറയുന്ന സുരക്ഷിതമല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഒരിക്കലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വേറെ ആളുടെ കുഞ്ഞുങ്ങളെ വെച്ച് പോലെ ഞങ്ങൾ ഒരിക്കലും ഇത് ചിന്തിക്കുകയോ സംസാരിക്കുകയോ അത് അങ്ങനെ ആ ഒരു തോട്ട് നമ്മൾ വരേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവൾ അങ്ങനെയില്ല. ആ ഒരു ലെവലിൽ കടന്ന് ചിന്തിക്കണമെങ്കിൽ ഇവൾക്ക് ഒന്നുകിൽ എന്തെങ്കിലും മാനസിക അസുഖമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സംഭവം ഇവളുടെ വീട്ടിൽ ഇവൾ വച്ച് നടത്തുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ എന്തായാലും ലീഗലി മൂവ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം എന്ന് പറയുന്നത്. ഇതിന് ബാക്കി അപ്ഡേഷൻ ഞാൻ എന്തായാലും എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പറ്റുവാണെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു പ്രൊഫൈലിലോട്ട് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. കാരണം കാണട്ടെ, ഞങ്ങളെ എന്തിനാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്? ഞങ്ങളോട്ട് യാതൊരു ബന്ധമില്ല. ഇങ്ങനത്തെ ഒരു അക്കൗണ്ട് ഉണ്ടെന്നോ ഈ ഒരു കുട്ടിയുടെ പോസ്റ്റോ കാര്യങ്ങളോ വീഡിയോസോ ഒന്നും ഞങ്ങൾ കാണാറുമില്ല, ഞങ്ങൾ റിയാക്ട് ചെയ്യാറുമില്ല. അതിൻ്റെ ആവശ്യം ഞങ്ങൾ തോന്നിയിട്ടില്ല. പക്ഷേ സജീന എന്ന് പറയുന്ന അക്കൗണ്ടിലും എൻ്റെ അക്കൗണ്ടിലും എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടും ഈ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ ബ്ലോക്ക് ആണെങ്കിൽ അത് എന്തോ സംതിങ് റോങ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ഇവളുടെ അമ്മ ഇവൾക്ക് പറഞ്ഞു കൊടുത്തതും ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെയായിരിക്കും. ഇവർ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഒരു സാധനമായിരിക്കും ഈ പറഞ്ഞ ഏജ് വ്യത്യാസമില്ലാതെ സെക്സ് ബന്ധത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ കൂട്ടിക്കൊടുക്കുക എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഇഷ്ടമാകില്ല എന്നറിയാം. ഞാൻ പറഞ്ഞതിൽ ലിമിറ്റ് വിട്ട്, അതായത് ഈ ഒരു റീന ജോസ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതിൻ്റെ അത്രത്തോളം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കണമല്ലോ, അതുകൊണ്ട് മാത്രം ഇത്രയും പറഞ്ഞേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും, യൂട്യൂബിലിടെയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഫേസ്ബുക്കിലിടെയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടാനും മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.